നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്നും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതും കന്യാകുമാരി കടലിൽ കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ 1.5 കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതുമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. 4 ദിവസത്തേക്ക് സംസ്ഥാനത്ത് മിന്നലോടുകൂടിയ മിതമായതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് പ്രവചനത്തിൽ പറയുന്നത്. ഇന്ന് വ്യാപക മഴ സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇടുക്കി, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. തൃശൂരും പാലക്കാടും ഒഴികെയുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മണ്ണിടിച്ചിലിനും വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റും. ഇടുക്കി മലങ്കര ഡാമിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഷട്ടറുകൾ ഉയർത്തിയത്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് കളക്ടർ അറിയിച്ചു. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചു. 21-ാം തീയതി വരെ സംസ്ഥാനത്ത് മഴ തുടരും. മത്സ്യത്തൊഴിലാളികൾ 21-ാം തീയതി വരെ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഒരു ജില്ലയിൽ നിന്ന് 4 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. ഇന്ന് കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ സാധ്യതാ പ്രവചനം ഇങ്ങനെയാണ്. ഇന്ന് കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ഓറഞ്ച് അലർട്ടാണ്. നാളെ പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത്. യെല്ലോ അലർട്ട് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. യെല്ലോ അലർട്ട് റെഡ് അലർട്ടിന് തുല്യമായ ജാഗ്രതയാണ് പുലർത്തേണ്ടത്. 20-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും 21-ന് ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ മഴ വരെ ലഭിക്കും എന്നാണ് പ്രവചനം. അതിനിടെ പാറത്തോട് പഞ്ചായത്തിലെ ചിറ്റാടി മാങ്ങപ്പാറ മലയിൽ പുളിക്കൽ ഭാഗത്ത് ആൾ താമസമില്ലാത്ത റബ്ബർ തോട്ടത്തിൽ വെള്ളിയാഴ്ച രാത്രി 12:30-ഓടെ ഉരുൾപൊട്ടി. മലവെള്ളം 2 കിലോമീറ്ററോളം അകലെ ചിറ്റാടിയിലെ 16 വീടുകളിൽ കയറി. ആളുകൾ വീടുകളിൽ നിന്ന് മാറിയതിനാൽ അപായമില്ല. വീട്ടുപകരണങ്ങളും കൃഷികളും നശിച്ചു. മലവെള്ളം ഇറങ്ങി കിണറുകൾ മലിനമായി. തോടരികിലെ വീടുകളിൽ ജനാലയ്ക്കൊപ്പം വരെ വെള്ളം കയറി. പാറത്തോട് 5-ാം വാർഡിലെ ചിറ്റടി, മാങ്ങാപ്പാറ പ്രദേശങ്ങളിലെ വീടുകളിലാണ് വെള്ളം കയറിയത്. തുളുവൻപാറ തോട്ടിലൂടെയും പെരുംചിറ തോട്ടിലൂടെയും എത്തിയ വെള്ളം കരകവിഞ്ഞാണ് വീടുകളിൽ കയറിയത്. മാങ്ങാപ്പാറയുടെ ഉയർന്ന പ്രദേശമായ പുളിക്കൽ ഭാഗത്ത് കോട്ടയം സ്വദേശിയുടെ ആൾ താമസമില്ലാത്ത റബ്ബർ തോട്ടത്തിലാണ് ഉരുൾപൊട്ടൽ. വെള്ളം കുത്തിയൊലിച്ചെത്തിയ പ്രദേശങ്ങളെ 100ഓളം റബ്ബർ മരങ്ങളും മറ്റു കൃഷികളും നശിച്ചു. തുളുവൻപാറ, പെരുംചിറ തോടുകളുടെ കരകളിൽ താമസിക്കുന്നവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. മലമുകളിൽ നിന്ന് വൻ പാറകളും തടികളും താഴേക്ക് പതിച്ചെങ്കിലും ഇവിടെ ജനവാസമില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. അതിനിടെ വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്നും മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വെക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ വ്യക്തമാക്കി.